ഹായ്. ഇൻഡിപെൻഡൻസ് ഡേയും അതിനോടനുബന്ധിച്ച് കിടക്കുന്ന കുറച്ച് ചർച്ചകൾ. ഈ ശുചയ്യ പാർവതി ആണെന്ന് തോന്നുന്നു. ഈ പെണ്ണുമ്പിളയ്ക്ക് ഭയങ്കര സോക്കേടാണ് കേട്ടോ. ഒരു പക്ക സംഖ്യയാണ്. അപ്പം സംഗിണിയുടെ വായ്ത്താളം നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കണ്ടപ്പോൾ പറയണമെന്നേ ഉള്ളല്ല, എനിക്ക് അവരുടെ അടുത്ത് പേഴ്സണൽ ദേഷ്യമൊന്നുമില്ല. എനിക്കിന്ന് കണ്ടാലേ ഛർദ്ദിക്കാൻ പറ്റും. ഞാൻ സ്കിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴേ ചാനലങ്ങ് മാറ്റി കൊടുക്കും. ഇല്ല കണ്ടിരുന്നിട്ട് വെറുതെ ഇവരൊന്നും പറയണ്ടല്ലോ. ശരി, നമുക്ക് ആദ്യം മുതൽ ബിന്ദു പറയുന്നുണ്ട്, കേൾക്കാം. ഗാന്ധിയിലേക്കും അതുപോലെ തന്നെ വീർ സവർക്കറിലേക്കും വരുന്നതിന് മുൻപ് ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. ആ ആഘോഷം നടക്കുന്ന ചെങ്കോട്ടയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ ചെങ്കോട്ടയിലേക്ക് വരാതെ വിട്ടുനിന്ന പ്രതിപക്ഷ നേതാവുണ്ട്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഒരു പാർട്ടിയുണ്ട്, കോൺഗ്രസ്. വർഷങ്ങളായി ഭരിച്ചതാണ് ഇന്ത്യയെ. ആ പാർട്ടിയുടെ ഇന്നത്തെ നേതാവ് വന്ധ്യവയോധികനായ മല്ലികാർജുൻ ഖാർഗെ. അദ്ദേഹവും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്തിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചു അവര്. പോട്ടെ. ോടും സ്വാതന്ത്ര്യ സമര സേനാനികളോടും എന്തിന് സ്വന്തം രാജ്യത്തോടും കൂറുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവെന്നും കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുമുള്ള രണ്ട് പദവികളെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളിൽ അവിടെ ഉണ്ടാകുമായിരുന്നു. അതിൽ നിന്ന് വിട്ടുനിന്നതിലൂടെ അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ അപമാനിച്ചത്. ഇനി ഒരിക്കലും രാജ്യം ഭരിക്കാൻ യോഗ്യതയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ലക്ഷ്യം അവർ നിറവേറ്റിയാലും ഇവരാണല്ലോ അവിടെ നിന്നേ കോൺഗ്രസ് മുക്ത ഭാരതം അതാണ് ഉദ്ദേശം അല്ലെ BJPയുടേത്. അല്ല, BJPക്കാരാണ് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. പൂർണ്ണമായും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അവർക്കത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലാത്തൊരവസ്ഥ രാജ്യത്തിനുണ്ടെങ്കിൽ ആ ഒരവസ്ഥ കൊണ്ടുവന്നത് ആരാണോ അവരാണ് രാജ്യദ്രോഹികൾ. അവരെയാണ് വിമുക്തമാക്കേണ്ടത്, അല്ലെ മുക്തമാക്കേണ്ടത്, എടുത്ത് ദൂരെ കളയേണ്ടത്, രാജ്യത്ത് തന്നെ ഓടിക്കേണ്ടത് സംഘികളെയാണ്, അല്ലാതെ കോൺഗ്രസ്സുകാരെ ഇല്ല. കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിയെ ഏറ്റവും അപമാനിച്ച ഒരു സംവിധാനം, ഒരു ഇതുണ്ടായിരുന്നു. ഇതേ സെയിം സ്ഥലത്ത് തന്നെ നടത്തിയിരുന്ന ഈ ഒരു പരിപാടിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ് പോലും ബാക്കിലേക്ക് കൊടുത്തു. പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത, പ്രതിപക്ഷം എന്താണെന്ന് പോലും അറിയാത്ത ഒരു വൃത്തികെട്ട സർക്കാരാണ് എന്നുള്ളത് ആ ഒരൊറ്റ കാര്യത്തിൽ കൂടെ തെളിഞ്ഞതാണ്. നമുക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. 2014 ശേഷം എനിക്ക് ഈ രാഷ്ട്രീയത്തിന് പറയാൻ ഒന്നും ഇഷ്ടമില്ല. അതിന് മുമ്പൊക്കെ ഉള്ള എൻ്റെ ടൈം ലൈൻ ഫുള്ള് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും സബ്ജക്റ്റ് ഇല്ല. അമ്മാതിരി രാഷ്ട്രീയം താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ. നോക്കറിയില്ല അതിൻ്റെ കാരണം, എനിക്ക് പട്ടി ഷോ കാണാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. സ്വാതന്ത്ര്യം നേടിത്തന്നവർക്കറിയാം അതെങ്ങനെ കൊണ്ടുപോകണമെന്നോ അതെങ്ങനെ കീപ്പ് ചെയ്യണമെന്നുള്ളതൊക്കെ. ഇത് ഇവളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ഉണ്ട്, നമുക്ക് കേൾക്കാം, കേട്ടിട്ട് പോവാം. അപ്പുറത്തുള്ളത് എന്ന് കരുതി ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ന് വിട്ടുനിന്നതിലൂടെ നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഇതൊരു ദേശീയ തലത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളിൽ എന്തിനാ റിപ്പോർട്ടറിന്റെ ആസ്ഥാനത്ത് വരെ രാവിലെ ദേശീയ പതാക ഉയർത്തിയത് എന്തുകൊണ്ടാണ്? ദേശീയ പതാകയെ രാജ്യത്ത് ഇതിന് ഈ സംഘിണികൾക്ക് മൂളയില്ല എന്ന് പറയണത്, തലയ്ക്ക് ആളുതാമസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ദിരാ ഭവനിൽ അവര് പതാക ഉയർത്തി അത് കാര്യമായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതെന്താ, ഇയാളുടെ വായ്ത്താരണി കേൾക്കാനും RSSകാരെ പുകഴ്ത്തുന്നത് കേൾക്കാനും വന്നിരുന്നില്ല എന്നതുകൊണ്ട് രാജ്യദ്രോഹമായോ? എന്തൊക്കെയാണ് ഈ സംഘിണി പറയുന്നത്? ഇപ്പൊ അവർ പറഞ്ഞിട്ടില്ലേ, അവരുടെ ഓഫീസിലാണെങ്കിലും വീടുകളിലാണെങ്കിലും സെലിബ്രേഷൻ ഈ സെലിബ്രേഷൻ, അത് ചെയ്താൽ മതിയാകും. ചിലർക്ക് പ്രതിഷേധം നടത്താനുള്ള ഒരു സാഹചര്യം ഓപ്പൺ ആയി വരുന്ന ഇത്തരം ഫെസ്റ്റിവലിലാണ്. ഇപ്പോൾ ഓണം വരുമ്പോഴത്തേക്ക് പലരും പട്ടിണി കിടന്ന് ഷോ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രതിഷേധാത്മകമായി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്, പ്രതിഷേധം അങ്ങനെയാണ് പറയുന്നത്. ഇതിനൊക്കെയാണ് നമ്മൾ പ്രതിഷേധം എന്ന് ഉദ്ദേശിക്കുന്നത്. സംഘിണി എടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാതന്ത്ര്യ സമര സേനാനികൾ പൊരുതി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് വീടുകളിൽ പതാക എങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഈ സ്വതന്ത്ര സമര സേനാനികൾ എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. അവരെയാണ് ഇത് പറയണത്. അവരെയാണ് ഈ രാജ്യത്ത് നിന്ന് മുക്തമാക്കണം എന്ന് പറയുന്നത്. ഇവളെയൊക്കെ രാജ്യദ്രോഹി എന്നല്ല വേറെന്താ പറയുക. അവരില്ലായിരുന്നെങ്കിൽ, അവരങ്ങനെ യുണൈറ്റഡായി നിന്ന് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടില്ലായിരുന്നു. ആരോട് പറയാം? സ്ഥാപനങ്ങളിൽ പതാക ഉയർത്തിയവരുണ്ട്. എന്തിനാ ദേശീയ പതാക എന്ന് സല്യൂട്ട് ചെയ്യാതെ രാവിലത്തെ ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയിട്ടുള്ള ആരും തന്നെ ഉണ്ടാകില്ല. എന്റെ ദിവസം തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മൾ ഹൃദയത്തിലേക്ക് എടുക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ആ ഒരു രാജ്യസ്നേഹമോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിന്റെ മഹത്വത്തോടുള്ള ഒരു സ്നേഹമോ ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു സമയം കളയേണ്ട ഒരു ഉത്തരവാദിത്വവും BJP. ഈ പതാകയെ അംഗീകരിക്കാത്ത വ്യക്തികളാണ് RSSകാരാണെന്ന് എത്ര പേർക്ക് അറിയാം. അവർ ഈ പതാക അംഗീകരിക്കുന്ന പോലും ഇല്ല. അവർ പറഞ്ഞിട്ടുണ്ടത് ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല എന്ന്. എന്നിട്ട് ആ പതാകയെ ഉയർത്തി കാണിച്ച് സല്യൂട്ട് അടിച്ച് രാജ്യസ്നേഹം പ്രഖ്യാപിച്ച രാജ്യസ്നേഹികളുടെ
കേന്ദ്ര സർക്കാരിനോ നരേന്ദ്രമോദിക്കോ ഇല്ല എന്നതാണ് എന്റെ ഈ വിഷയത്തിലേക്ക്. അവർക്ക് ഈ പെട്രോളിയം മന്ത്രാലയത്തിന്റെ പോസ്റ്ററിലെ വീർ സവർക്കറിന്റെ സാന്നിധ്യത്തെ വിമർശിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് ചെങ്കോട്ടയിൽ ഉണ്ടാകണമായിരുന്നു. എന്തുകൊണ്ടുണ്ടായില്ല? രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ അല്ല, RSSനെ കുറിച്ച് പറയുന്നു. നേരത്തെ അപ്പോൾ ഈ പ്രസംഗം അയച്ചു കിട്ടിയിരുന്നു രാഹുൽ ഗാന്ധിക്ക്. സ്വാതന്ത്ര്യ ദിനത്തിന് അവിടെ പോകാത്തതിനെ ന്യായീകരിക്കും. ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. RSSനെ പുകഴ്ത്തുക എന്നതല്ല വേറെ എന്തെങ്കിലും വാഴ അവരെ കൊണ്ട് പറ്റുമോ? അത് കേൾക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് ഞാൻ പറയും. ഈ സ്ത്രീ നിർവാദം പറയുന്നുണ്ട് കുറേയധികം കാര്യങ്ങൾ. എന്നാലും മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ്? RSS ആണ്. RSS എന്ന സംഘടനയെ ഇന്ത്യയിൽ നിരോധിക്കുന്നത് എന്തിനാണ്? ഒരുപാട് സംഘടനകൾ നമുക്കിവിടെ കമ്മ്യൂണിസ്റ്റ് സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. SDPI അല്ലല്ലോ, മറ്റേ പോപ്പുലർ ഫ്രണ്ട്, അവരെയൊക്കെ സിമി നിരോധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ സംഘടനകൾ നമുക്ക് നിരോധിച്ചിട്ടുണ്ട്. അവർ ചെയ്യുന്ന ചില ക്രൈമിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൈം സിനാരിയോയിൽ അവരുണ്ട് എന്ന് മനസ്സിലായി, അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. ആദ്യവും അവസാനവുമായി രാജ്യത്തിൻ്റെ പിതാവ്, രാഷ്ട്രപിതാവ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ബഹുമാനിക്കുന്ന മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലാണ് RSSനെ നിരോധിക്കുന്നത്. ഇതൊന്നും പോരാനിട്ട് പട്ടേലറാണ് ഇത് നിരോധിക്കുന്നത്. അങ്ങേരെ പ്രതിമയിൽ അവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ പാടി പോഴ്ത്തിക്കൊണ്ടിട്ട് സവർക്കറുടെ കൊണ്ടുവയ്ക്കാൻ പാടില്ലായിരുന്നു. സവർക്കറെ പുകഴ്ത്താൻ തന്നെയാണ് ഇത് ഉദ്ദേശമെന്ന് എന്ത് തന്നെ ആയാലും അവർക്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇപ്പുറത്തുള്ള ന്യൂസ് കിട്ടുമെങ്കിൽ അപ്പുറത്തുള്ള ന്യൂസ് അവർക്ക് കിട്ടും. താല്പര്യമില്ല. അങ്ങനെ വന്ന് അപമാനിക്കപ്പെടേണ്ട കാര്യം എന്ത്? ഒരു പ്രാവശ്യം നിങ്ങൾ അപമാനിച്ചു, 2 വട്ടം അപമാനിച്ചു, വീണ്ടും അപമാനം നേരിടാൻ ആ പയ്യൻ വരാതിരുന്നെങ്കിൽ കണക്കായിപ്പോയി. കറക്റ്റ് തന്നെയാണ്, അതിനകത്തൊരു കുറ്റമില്ല. വെറുതെ സ്വയം ചെറുതാകാതെ സ്ഥാനം എവിടെയായിരുന്നു എന്നതിന്റെ ചോദ്യത്തിലൂടെ വിഷയം മാറ്റി വിടാതെ പരിപാടിക്ക് സ്വാതന്ത്ര്യ ദിനത്തോട്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോട് അത്രയേ മൂല്യമുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് അവരുടെ അടുക്കളപ്പുറത്തല്ല കൊടി ഉയർത്തേണ്ടത്, ചെങ്കോട്ടയിൽ രാജ്യത്തിന്റെ സംഘിണി ഡുവൽ പേഴ്സണാലിറ്റി ഇവിടെ റിവീൽ ആവുന്നത് കണ്ടോ? സംഘിണി നേരത്തെ എന്താ പറഞ്ഞ, അവനവന്റെ വീട്ടിലാണെങ്കിൽ പോലും അത് ഉയർത്തിയാൽ അത് റെസ്പെക്റ്റ് ആണ്, അത് ആഘോഷിക്കേണ്ടതാണ്, അതങ്ങനെയാണ്. ഇതിപ്പോ പറയുന്നിട്ടില്ലേ അടുക്കള പുറത്തല്ലെന്ന. ഇന്ദിരാഭവന് രാഹുൽ ഗാന്ധിയുടെ അടുക്കളയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുന്ന ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുമ്പോൾ അവിടെ വരാത്ത പ്രതിപക്ഷ നേതാവ് അതൊരു ദേശീയ ആഘോഷമാണ്. രാജ്യത്തിന്റെ ദേശീയ ആഘോഷം ലോകം മുഴുവൻ കാണുന്ന ഇടം ചെങ്കോട്ടയാണ്. അവിടെ വരാതെ മാറിയിരുന്ന് കുറ്റം പറയുന്ന, കൊതിക്കറിവ് തീർക്കുന്ന കോൺഗ്രസിന്റെ ആരോപണങ്ങളെ ആ വിലക്കുറവോട് കൂടി തന്നെ രാജ്യം കാണുകയുള്ളൂ. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പങ്കെടുത്തില്ല? മാഡം പറയുന്ന ഉത്തരമൊന്നും രാഹുൽ ഗാന്ധിയിൽ നിന്ന് കണ്ടില്ല. ഈ എക്സ്പോസിലും എല്ലാത്തിനും ഞാൻ എടുത്തു നോക്കി. അല്ലാത്തതിനൊക്കെ മുട്ടിന് വീഡിയോ BJPക്കല്ല, ജനങ്ങൾക്ക്. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? ആരാണ് ജനമെന്ന് താങ്കൾക്ക് അറിയില്ലേ? രാജ്യത്തെ പൗരന്മാർ, അതാണ് രാജ്യത്തെ ജനമെന്ന് പറയുന്നത്. പൂർത്തിയാക്കട്ടെ. പാകിസ്ഥാന്റെ പതാക ഉയർത്തുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ആഘോഷം. എന്റെ രാജ്യത്തിന്റെ പതാക ഉയർത്തുന്ന ഇന്നത്തെ ദിവസമാണ്. അല്ല സുജയ, ഒരു സംശയം ചോദിക്കുന്നത്, ബംഗ്ലാദേശും നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവർ തന്നെയാണ്, പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ. എന്താ ബംഗ്ലാദേശ് എന്ന് നിങ്ങൾ പറയുന്നത്? ഈ പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇകഴ്ത്തുന്നത് എന്തിനാണ്? ഒന്നിനു മുമ്പേ ഇങ്ങനെ അങ്ങോട്ട് ചാടിക്കയറി വീണ് പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്തങ്ങ് പരാജയമായി പോകും. ഇനി ആരെങ്കിലും പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലകുനിക്കാൻ നിൽക്കരുത്, നമ്മൾ അതിനകത്ത് വിഷമം കാണിക്കരുത്. അത് നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ സഹോദര രാജ്യമായിട്ട് തന്നെയാണ് അത് പിരിഞ്ഞു പോയിട്ടുള്ളത്. ഈ ശത്രുവായത് ഇവർക്കാണ്. എനിമി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന ഇവിടുത്തെ പ്രോപ്പർട്ടികൾ അടിച്ചു മാറ്റുന്ന രീതിയിൽ നിയമങ്ങൾ വക്രീകരിച്ച് കൊണ്ടുവന്നത് ഇവരാണ്. അവരെ ശത്രുവാക്കി വെച്ചിരിക്കുന്നതാണ് ഇവർക്ക് മികവെന്നാണ് അവർ വിചാരിക്കുന്നത്. ചൈനക്കാർ 38,000 വിസ്തീർണം അങ്ങണ്ട അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും അവർക്ക് ചർച്ചയില്ല, സംസാരമില്ല. അവർ ശത്രു രാജ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് ഒരൊറ്റ കൺസേൺ ആണ്. എന്ത് വൃത്തിയേട് പറഞ്ഞ് നമുക്ക് വിഭജനം ഉണ്ടാക്കാം, അതാണ്. ഓരോരുത്തർ ഇവരുടെ ഉള്ളിലുള്ള ആ കുടിലത ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വിഭജനം പോലും വേണ്ടി വന്നത്. അല്ലെങ്കിൽ അത് ഇന്ന് ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ട രാജ്യമാണ്. രാഹുൽ ഗാന്ധിയെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. രാഹുൽ ഗാന്ധി അവിടെ വന്നില്ല എന്ന് പറഞ്ഞ് ഉടനെ ചാടി വീണ് പറയുകയാണ് ഞങ്ങൾ അവിടെ പതാക ഉയർത്തി. അതാണ് ഞാൻ ചോദിച്ചത്, പാകിസ്ഥാനിലാണോ എന്ന്. അപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. എന്തായാലും ഇന്ന് പലതവണ മാഡം നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. ന്യായമായ പറഞ്ഞോളൂ, പറയൂ, കണ്ടിന്യൂ. അല്ല, മാഡം ആണല്ലോ മോഡറേറ്റർ. തുടർച്ചയായി ഇടപെട്ട് തടസ്സപ്പെടുത്തുന്ന മാഡത്തിന് ഞാൻ ബഹുമാനത്തോടെ പറയുന്നു. പ്രതിപക്ഷ
പ്രതിപക്ഷത്തെ ബഹുമാനമില്ലാത്ത പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നോടത്ത് പോകാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ ഇന്ത്യയില് നരേന്ദ്രമോദി ഭരിക്കുന്ന സ്ഥലത്ത് സ്വാതന്ത്ര്യം ഇല്ല സുജിയ. കാര്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായി നിനക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇതിൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഒറ്റ ചോദ്യം, നീ റിപ്പോർട്ടറായി അല്ലെങ്കിൽ മീഡിയ പേഴ്സണായി അവിടെ കുത്തിയിരിക്കുമ്പം നിന്റെ ഈ നരേന്ദ്രമോദി ഇന്നവരെ വന്നൊരു പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ടുണ്ടോടി? എടി കൂറച്ചി, ഇത്ര ദിവസമായിട്ട് ഇന്നവരെ വന്നൊരു പത്രസമ്മേളനത്തിൽ ഇരുന്നിട്ടുണ്ടോ? ലോകത്ത്, ഇന്ത്യയിലെ പോട്ടെ, ലോകത്ത് തന്നെ ചരിത്രത്തിൽ ഇടം നേടും ഈ ഒരു സംഗതി. പത്രസമ്മേളനം അഭിമുഖീകരിക്കാത്ത രാജാവ് ഒരു പ്രാവശ്യം വന്നു, അന്ന് പറഞ്ഞത് വായി തുറന്നത് അമിട്ടെണ്ണന. ഇയാൾ ഒരു ഡമ്മി പീസാണെന്ന് അതിൽ നിന്ന് തെളിവല്ലേ? ഒരു ഡമ്മി പീസാണ് ഇയാൾ. അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പൗരന്മാരുടെ അവകാശമാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളത്. നമുക്കറിയണം, നമ്മൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പത്രപ്രവർത്തകരെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. ന്യൂസ് എന്ന് പറയുന്നതിൻ്റെ ക്യാപ്ഷൻ അതൊന്നും തന്നെ വിലയിരുത്തിയാൽ മനസ്സിലായി. നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇവിടെയുള്ള കാര്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മത്തിൽ പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പോലും നിഷേധിച്ച അയാളാണോട് ഈ ജനാധിപത്യത്തിന്റെ മറ്റത്? എന്ത് ജനാധിപത്യമാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഇതാണോ ജനാധിപത്യം? ഏകാധിപത്യം. താനാണ് രാജാവ്, ബാക്കിയുള്ളവരങ്ങ് അനുസരിച്ചോണം. ജനാധിപതി, ഇതാണോ ജനാധിപത്യം? ഇതിനാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? കഷ്ടം. കള്ളവോട്ട് ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടത് അത് പ്രതിഷേധമാണ്. അതുകൊണ്ടാണ് ഇന്ദിരാഭവനിൽ പോയി പതാക ഉയർത്തിയത്. അത് ഇന്ത്യയിൽ തന്നെയാണ്, പാകിസ്ഥാനിലല്ല. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ ബഹുമാനം കൊടുക്കാത്ത, പ്രതിപക്ഷ പാർട്ടികളെ ബഹുമാനിക്കാത്ത BJP-യെയും RSS-നെയും പോയിട്ടിക്കൊണ്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യ സമയത്തിൽ ഒരു ബന്ധമില്ലാത്ത RSS-നെ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് അവിടെ പോയി പ്രതിപക്ഷ നേതാവ് ഈ കഥ കേൾക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്ന ഇന്ത്യക്ക് അവമാനമാണെന്ന് അതിന് വിട്ടുനിന്ന് പിന്നെ എന്താണ് രാഹുൽ ഗാന്ധിയെ ബഹുമാനിക്കൽ വേണ്ടത്? ആ സംവിധാനത്തിലേക്ക് വന്ന പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എവിടെ സീറ്റ് കൊടുത്തത്? നിങ്ങൾ ഈ കേരളത്തിൽ ഇന്ത്യയിൽ 100 കോടി ജനങ്ങളുടെ കൂടെ ഇട്ട ആളല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. മുൻനിരയിൽ നിന്ന് ബഹുമാനിക്കാൻ കഴിയും മാത്രം വിളിക്കുക, അല്ലെങ്കിൽ വിളിക്കുക. അതുകൊണ്ട് അവർക്ക് പറ്റിക്കാൻ വിട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പാകിസ്ഥാനാണോ പതാകയൊന്നല്ല, ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, 240 MP-മാരുടെ ഒരു പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല. അല്ല സമര സേനാനികളെ അനുസ്മരിക്കാതെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയതാണോ? അവിടേക്ക് പോകാതിരുന്ന രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ പാതകം. എന്റെ ഭാഗം ഞാൻ പൂർത്തിയാക്കട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞാലുടനെ ഇടപെടാനായിട്ട് സമയം തന്നതല്ല, നിങ്ങൾ ഇടപെട്ട് തടസ്സപ്പെടുത്തിയപ്പോൾ സുജയ മാന്യതയോടെ മിണ്ടാതിരുന്നതാണ്. കാരണം എന്റെ പ്രസ്ഥാനം എന്നെ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ആശയം എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് സഹിഷ്ണുതയോടെ കേൾക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ പ്രസ്ഥാനം ഏതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ദേശീയതയിൽ വിശ്വസിക്കുന്ന, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ രാജ്യമാണ് എന്റെ പ്രസ്ഥാനം. ക്ലിയർ ആയല്ലോ? പറഞ്ഞോട്ടെ. അപ്പോൾ ജനങ്ങളോട് പൈതൃകത്തെ ബഹുമാനിക്കണം എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഉരുവിടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് പല നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ നിന്നടക്കം എനിക്ക് ബോധ്യമായത്. പക്ഷേ ചെങ്കോട്ടയിലേക്ക് വരാതെ ഇവിടെ വലിയ കാര്യത്തിൽ പറഞ്ഞു ഇരിപ്പിടമില്ല എന്ന് ഞാൻ കണ്ട അദ്ദേഹം പറഞ്ഞത് RSS-കാരോടും കൂടി തന്നെയാണ്, ഇന്ത്യക്കാരോട് മാത്രമല്ല. RSS എന്ന് പറയുന്ന രാജ്യദ്രോഹികളോട് കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് പൈതൃകത്തെ ബഹുമാനിക്കണമെന്ന്. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്, അത് മറന്നുപോണ്ട. അദ്ദേഹത്തിന്റെ പർദാദ അമ്മ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ ഫോട്ടോ എടുത്ത് കളഞ്ഞതോ പോട്ടോ, പാഠപുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തിന് എടുത്തു കളഞ്ഞു. നടക്കുന്ന കാര്യമാണോ ചെയ്തത്? രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹത്തിനെ പറ്റിയുള്ള പഠനങ്ങൾ എടുത്തു കളയപ്പെടുകയാണ് RSS എന്ന ഭീകര സംഘടന. ആരെ കൂടെ ചേർന്നിട്ട്? അതാണ് പൈതൃകം ഓർക്കാൻ പറഞ്ഞത്. എടി, അത് നിന്റെ അടുത്തൊക്കെ പറഞ്ഞതാ, പൈതൃകം എന്താണെന്ന് ഓർമ്മ വേണോന്ന് പറഞ്ഞത്. ചെങ്കോട്ടയിലെ പരിപാടിയിൽ രാഹുൽ ഗാന്ധിയുടെ ഇരിപ്പിടം മുൻനിരയിൽ തന്നെയാണ്. അവിടെ ആ കസേരയിൽ രാഹുൽ ഗാന്ധി വന്നിരുന്നില്ല. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വിഷ്വൽസ് ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്ക് എവിടെയാണ് ഇന്ന് ഇരിപ്പിടം ഉണ്ടായിരുന്നത് എന്നത്
നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ സൗജന്യമായിട്ട് ചിരിപ്പടമൊന്നും കൊടുക്കണ്ട. അങ്ങേർക്ക് സീറ്റും ചെയറും ഒക്കെ ഉണ്ട്, വീട്ടിലും ഉണ്ട് ചെയർ, അവിടെ ഇരുന്നോളൂ. അവിടെ ഇരുന്നോണ്ട് പുള്ളി കണ്ടുപിടിച്ച ഒരു കൊനാപ്ലിക്കേഷന് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ്. ജഗജാൻ 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 കള്ള വോട്ട് കൊണ്ട് ആ സ്ഥാനത്ത് കയറി കുത്തിയിരുന്നിട്ട് ഞങ്ങൾ ജയിച്ചേ, വീണ്ടും വീണ്ടും ഞങ്ങളെ ജയിപ്പിക്കുന്നേ, ഞങ്ങളാണ് വലുതെന്ന് പറയുന്ന മന്ദബുദ്ധികളോടാണ്. ഇന്ത്യയിൽ എഡ്യൂക്കേറ്റഡ് ആയ പേഴ്സൺസ് ഉണ്ടെങ്കിൽ, ബോധമുള്ളവരുണ്ടെങ്കിൽ, അവർ ഒരിക്കലും സെലക്ട് ചെയ്യാത്ത ഒരു പാർട്ടിയാണ് BJP. RSS ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വിഘടിപ്പിക്കുന്ന, ഏറ്റവും വൾഗറായി ചിത്രീകരിക്കുന്ന, മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ വൃത്തികെട്ട പാർട്ടിയാണ്. ഓ നടക്കാണ്. ആ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കാതെ എന്നെ അവിടെ കൃത്യമായിട്ട് പ്രധാനമന്ത്രി മാഡം ഇനി ഇടപെട്ടാൽ ഞാൻ അവസാനിപ്പിക്കും. ചർച്ചയിൽ സംസാരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കും. തുടർച്ചയില്ലാതിരിക്കാനായിട്ടുള്ള അങ്ങനെ ഞാൻ വിചാരിച്ചില്ല അവളെ കൊന്നുകളയെന്ന് പറയണം. ചാട്ടം അങ്ങോട്ടായിരുന്നു. എന്തോ മനഃപൂർവ്വമായിട്ടുള്ള ബഹളം വെക്കലുകൾ സ്ഥിരം നടത്തുന്ന ഒരു പ്രവണത മാഡത്തിനുണ്ട്. അതുകൊണ്ട് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ എന്റെ ടേൺ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വിട്ടാതിരിക്കാം. എന്ത് വേണം? ആ ശരി, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രാഹുൽ ഗാന്ധിയെ അപമാനിച്ചു, അതാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നറേറ്റീവ്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് ചെങ്കോട്ടയിൽ പതാക ഉയർത്തി നരേന്ദ്രമോദി നടത്തിയതുപോലെ 100 മിനിറ്റ് പ്രസംഗം നടത്തണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയാകണം. എന്തുകൊണ്ടോ പറ്റിയില്ല. ഭാവി പ്രധാനമന്ത്രിയായി ഇങ്ങനെ തുടരുകയാണ്. എന്തുകൊണ്ട് പറ്റിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കള്ള വോട്ടിട്ടിട്ട് ഇതുപോലെ ഇപ്പൊ സുജയെ പോലെ 50 പേര് നിന്ന് 50 സ്ഥലങ്ങളിൽ നിന്ന് വോട്ടിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജനാധിപത്യ വിരുദ്ധമല്ലേ നടക്കുന്നത്? ഇവിടെ രാഷ്ട്രീയമല്ലല്ലോ നടക്കുന്നത്, ഏകാധിപത്യമല്ലേ. അപ്പൊ പിന്നെ എന്തുകൊണ്ടായില്ല എന്നുള്ള തെളിവ് അതിനകത്ത് തന്നെ ഇല്ലേ? അല്ലെ ഉത്തരവ് അതിനകത്ത് തന്നെ ഇല്ലേ? ഗാന്ധി എന്ത് ചെയ്യാനാ? ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ഇപ്പോൾ 12ാമത്തെ തവണയും 12ാമത്തെ വർഷവും പതാക ഉയർത്തി പ്രസംഗിച്ചു. അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അവിടെ നരേന്ദ്രമോദി വന്ന് പതാക ഉയർത്തുന്നത്. അതിന് എത്രത്തോളം നിങ്ങൾ ബഹളം വെച്ചാലും അദ്ദേഹം പ്രധാനമന്ത്രി അല്ലാതായി മാറില്ല. അപ്പോൾ അതിനുടനെ വിഷയം കൊണ്ടുവരികയാണ്, വീർ സവർക്കറിലേക്ക് വരികയാണ്. ഇന്ന് RSSനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? അതിൽ സമരസേനാനികൾക്ക് അപമാനകരമായ എന്ത് വാചകമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ ആ പ്രസംഗത്തിന്റെ ട്രാൻസ്ലേഷൻ ഞാൻ പറയാം. 100 വർഷം മുൻപ് ഒരു സംഘടന പിറന്നു. അതിനെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നാണ് വിളിച്ചിരുന്നത്. അവർ എല്ലായ്പ്പോഴും രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു. സമൂഹത്തിന്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതിയവരാണ്. അങ്ങനെയല്ലേ RSS? എന്താണ് RSS കണ്ട ആ ഒരു സമൂഹത്തിൽ കരുതിയ ആ ഒരു സ്നേഹം? രാജ്യത്തെ പൗരന്മാരെ തമ്മിൽ വിഘടിപ്പിച്ച് ഭരിക്കണം എന്നതാണോ സമൂഹ നന്മ എന്നതുകൊണ്ട് RSS ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ RSS ഇവിടെ ചെയ്തത് എന്താണ്? പട്ടേലരുടെ പ്രതിമ അവിടെ ഫിറ്റ് ചെയ്തതാ. അതുകൊണ്ട് 50 പേർക്ക് ജോലി കിട്ടി. 3000 കോടി കൊടുത്ത് 50 പേർക്ക് ജോലി കണ്ടെത്തിയ മഹത് വ്യക്തിത്വമായ RSSന്റെ കൊണാണ്ടർമാർക്ക് എൻ്റെ നടുവിരൽ നമസ്കാരം. പട്ടേലരെ പുകഴ്ത്തും, കാരണം പട്ടേലരാണല്ലോ ഇവരുടെ സംഘടനയെ എടുത്തു ദൂരെ കളഞ്ഞു. ഇവർക്ക് സവർക്കറുടെ പ്രതിമ വെച്ചാൽ പോരായിരുന്നു. അതെന്താ പട്ടേലരുടെ കൊണ്ടുവച്ചേ? കാരണം കോൺഗ്രസിനെ പറ്റിച്ചിട്ടാണെങ്കിലും ഇവർക്ക് വീണ്ടും ഓപ്പൺ ചെയ്തു കൊടുത്തതും അങ്ങേര് തന്നെയാണ്. അതുകൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികൾ. അയ്യോടാ, എന്തുവായിരുന്നു രാഷ്ട്ര നിർമ്മാണം? വീർ സവർക്കർ ചെയ്തത് എന്താണ്? ഈ മാപ്പെഴുതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. മാപ്പെഴുതി കൊടുക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി മാപ്പെഴുതി കൊടുക്കുന്നത് അതല്ല നമ്മളിവിടെ സബ്ജക്റ്റ് ആക്കേണ്ടത്. അതിനകത്ത് എഴുതിയ മാറ്ററാണ്. ആ മാറ്ററാണ് ഇമ്പോർട്ടൻ്റ്. എന്നെ തുറന്നു വിടുകയാണെങ്കിൽ ഞാൻ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഹിന്ദു കമ്മ്യൂണിറ്റിയോട് സംസാരിക്കാം, എന്നിട്ട് നിങ്ങൾക്കൊപ്പം നിൽക്കാം. രാജ്യ സ്വതന്ത്രമാക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന സമരത്തിന് എതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കാമെന്നാണ് ആ പൊട്ടൻ എഴുതി കൊടുത്തത്. അതാണ് മാപ്പ് എന്നുള്ള വിഷയം. നമ്മൾ മാപ്പ് എഴുതി പോകും. മാപ്പ് പറയണമെന്ന് ഒരു വിഷയമൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം തെറ്റാണെന്ന് കണ്ടത് തെറ്റാണ്, ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നമ്മളൊരു മാപ്പ് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മാപ്പ് പറയുന്നതിലും തെറ്റില്ല. പക്ഷേ അതിനകത്ത് എഴുതി കൊടുത്ത വാചകമാണ് ഇമ്പോർട്ടൻ്റ്. രാജ്യദ്രോഹിയാണ് അയാള്. രാജ്യത്തിലെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന മനുഷ്യർക്കെതിരെ നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഞാൻ സഹായിക്കാമെന്നാണ് ആ വാറി എഴുതി കൊടുത്തത്. ഇതിനകത്ത് ഹൈലൈറ്റ് ഒരെണ്ണമുണ്ട്, വീർ സവർക്കർ എന്ന് അദ്ദേഹത്തിന് ആളുകൾ പറയണമെന്ന്. പെണ്ണുമ്പോൾ തന്നെ പറയാം, അത് കേൾക്കാം. മനസ്സിലാക്കുന്നത് 1925 സെപ്റ്റംബർ 27 മുതൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2015 വരെയുള്ള സമയത്ത് രാജ്യത്തിന് വേണ്ടി തന്നെയാണ് RSS നിന്നിട്ടുള്ളത്, അല്ലാതെ വേറെ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയല്ല. അത് ശരിയാണ്, രാജ്യത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷെ അത് ബ്രിട്ടീഷ് രാജ്യമായിരുന്നു എന്നേ ഉള്ളൂ. ബ്രിട്ടീഷ് മുക്ത രാജ്യമൊന്നല്ല, ബ്രിട്ടീഷുകാർ ഉള്ള രാജ്യം. എതിർക്കണമെങ്കിൽ താങ്കൾക്ക് എതിർക്കാം. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. RSS സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. RSS സ്വാതന്ത്ര്യ സമരത്തെ പൂർണ്ണമായും തുറന്നെതിർത്തു. അങ്ങനെയുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരാനാണ് മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എടി പൊട്ടക്കാളി, അവൻ എഴുതിയ ആ മാപ്പ് ബുക്ക് എടുത്ത് വെച്ച് വായിച്ചു നോക്കടി. മാപ്പ് 8 പ്രാവശ്യം എടുത്തോണ്ട് അതൊരു ബുക്കായിട്ട് തന്നെ പബ്ലിഷ് ചെയ്യാം.
ഒന്നെഴുതിയ മാപ്പ് 8 പ്രാവശ്യമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ബുക്കാണടി. അതിനകത്ത് ബുക്ക് എഴുതാൻ മാത്രമുള്ള സാധനം എഴുതി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇന്നത് ചെയ്തു കൊള്ളാം, ഞാൻ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളാം എന്ന് എഴുതി കൊടുത്ത കള്ളനാണ് അയാൾ. ആഹാ, കൊടും പാതകി, ദ്രോഹി. അവന്റെ ഫോട്ടോ എങ്ങനെയടി ഞങ്ങളുടെ നേതാക്കന്മാരെ കൂടെ കൊണ്ട് വെക്കുന്നത് നീ? അത് വലിയ രീതിയിൽ കേരളത്തിൽ UDF ഉം LDF ഉം മാറി മാറി ഭരിക്കുന്ന കേരളത്തിൽ അത് നല്ല രീതിയിൽ ചെലവാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമല്ല, RSS അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സോക്കോൾഡ് മാസ്റ്റേഴ്സിന് അത് ഇഷ്ടപ്പെടാതെ വരുമോ എന്നതുകൊണ്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നറേറ്റീവ് ആവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം തന്നെ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം. കാരണം 1ഉം 2ഉം ലോക മഹായുദ്ധ കാലത്ത് റഷ്യൻ അലയൻസുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാരോട് വലിയ ലോയൽറ്റി കാണിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയില്ല. അവരെന്നാണ് പതാക ഉയർത്തി തുടങ്ങിയതെന്ന് പറയില്ല. RSSനെ മാത്രം വേട്ടയാടുക, അതാണ് ഇവിടെ കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 കരിദിനമായി ആചരിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ. അതും ചരിത്രത്തിലുണ്ട്, ചരിത്രത്തിന്റെ ഭാഗമാണ്. 100 വർഷമായ RSSനെ ഒന്നി പാകിസ്ഥാൻ്റെ അല്ലേ കയറും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ അല്ലേ കയറും. നമുക്ക് താഴെയൊക്കെ സമയമില്ല. നമുക്ക് പ്രധാനമന്ത്രി ഒരു സ്വയം സേവകനാണ്. RSSലൂടെയാണ് അദ്ദേഹം വന്നത്. RSSകാർ തന്നെയാണ് ഇന്ന് കേന്ദ്ര സർക്കാരിലുള്ളത്. സ്വയം സേവകനായ പ്രധാനമന്ത്രി ചെയ്ത ഒരു ചെയ്ത്ത് ഞാൻ അങ്ങോട്ട് എഴുന്നള്ളിച്ചു തരാം. കേൾക്കുന്ന നീ കേട്ടോടി. സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തമ്മി തല്ലാൻ ഇട്ടുകൊടുത്ത മനുഷ്യനാണ് അങ്ങേര്. 3 മാസം വരെ വായിക്കകത്ത് അണ്ണാക്കിൽ പിരിവെട്ടി കയറിയിരുന്ന ഒരു പിരിവെട്ടി പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. എങ്ങനെയാണ് അതുണ്ടായത്? മണിപ്പൂരിൽ നടന്ന ആ ഒരു കലാപം മിണ്ടിയിട്ടില്ല അങ്ങേര്. രാജ്യത്തെ പൗരന്മാരാ തമ്മി തല്ലുന്ന. രാജ്യത്ത് ഭരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഭരണാധികാരിയായ ഒരാളുണ്ടെങ്കിൽ ആ രാജ്യത്തെ ക്രമസമാധാനത്തിന് പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ അവന്റെ കെടുകാര്യസ്ഥതയാണത്. ഇപ്പുറത്തെ സ്ട്രോങ് അല്ലാത്തത് കൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ രാഹുൽ ഗാന്ധി പപ്പു എന്ന് വിളിക്കുന്നത്. അയാൾ സ്ട്രോങ് ആണെങ്കിൽ ഈ മണിപ്പൂർ കിടന്ന ആ ഒരു കലാപം മാത്രം മതി ഇവനെ പിടിച്ച് താഴെ ഇടാൻ. തിരിച്ച് രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് പാട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് ഒരു അടി 2 പേര് അടി കൊണ്ടിട്ട് അപ്പോൾ ഇയാൾക്ക് രാജിവെക്കേണ്ടി വരും. രാജിവെക്കുകയും ചെയ്യും. കാരണം അഭിമാന ബോധമുള്ളവനാണ് അവൻ. അയാളത് ചെയ്യും. ഈ ഒരു കാര്യം എന്നിൽ കൂടെയാണ്. ഞാൻ ഭരണാധികാരിയായിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ട് അത് ചെയ്യും. രാജിവെച്ച് പുറത്തു പോകും. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ധാർമ്മികത അയാൾക്കുണ്ട്. കാരണം അപ്പൂപ്പൻ അതിന് ചരിത്രം അയാളാണ് അത് കൃത്യമായിട്ട് തെളിയിച്ച മനുഷ്യരാണ്. അവൻ്റെ അമ്മയായിരുന്നാലും അച്ഛനായിരുന്നാലും ഒക്കെ അത് കൃത്യമായി തെളിയിച്ച വ്യക്തികളാണ്. അച്ഛനും അമ്മയും അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ പർദാദയും ഒക്കെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്ത മനുഷ്യരാണ്. അത് മറന്നു പോകരുത് ഈ അച്ഛാക്കാളി. അത് മാത്രവുമല്ല, ഗുജറാത്തിൽ നടന്ന റിയോട്ട് 2000 മനുഷ്യരെ, ഒരു തെറ്റും ചെയ്യാത്ത 2000 മനുഷ്യരെ കുത്തിയും വെട്ടിയും ബലാത്സംഗം ചെയ്തും ഭീകര പീഡനത്തിന് വിധേയരാക്കി കൊന്നു കളഞ്ഞിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന്, അവരെ കൊന്നിട്ട് അകത്തേക്ക് ജയിലിലേക്ക് പോയ 12 പേരെ പുറത്തു കൊണ്ടുവന്ന് മാലയിട്ട് സ്വീകരിച്ച് ഇന്ത്യയിലെ ഓരോ പെണ്ണുങ്ങളെയും അപമാനിച്ച വൃത്തികേട് കാണിച്ചത് ഈ പ്രധാനമന്ത്രിയാണ്. മറന്നു പോകരുത്. അപ്പോൾ പ്രധാനമന്ത്രി ചെയ്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ ചോദിക്കാനും പറയുന്ന ആളുണ്ടടി. ചുമ്മാ ഇരിക്കുന്നു ശരിയുണ്ട്. ഏറ്റവും കൂടുതൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ലോകം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും RSS ലോകം മുഴുവൻ ഉണ്ടോ? യപ്പാ, നമ്മളറിയില്ല. ശരിക്കും ആകെ ഇട്ടാവട്ട ഇതിനകത്തേ ഉള്ളൂ. എന്നാലും വായ്ത്താളത്തിനൊരു കരവുമില്ല. RSS വളർന്നു. എടി ചന്ദ്രനിൽ കൂടെ ഉണ്ടെന്ന് പറ, അതാണ് നല്ലത്. നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, നീ പ്ലാനറ്റൊക്കെ വിട്ട അങ്ങോട്ട് കൂടെ വെച്ച് മേടിക്കും. RSS അവിടെ ഉണ്ടെന്ന് പറ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് RSS മണ്ടൻ. അപ്പോൾ ആ RSSനെ ഒന്ന് അക്രമം ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടന്നെ സമരസേനാനികളെ അപമാനിച്ചതാണ് പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് ഒരു നറേറ്റീവ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ എടുത്ത് വെക്കുകയാണ്. ആ പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതിന് പകരം സവർക്കറെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ ഞാനും അതിനെ എതിർത്തേനെ. കാരണം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഈ NDA സർക്കാർ വന്നതിന് ശേഷം ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമകൾ സ്ഥാപിക്കുകയും ഏറ്റവും കൂടുതൽ രാഷ്ട്രപിതാവിനെ അക്നോളജ് ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത് മോദി സർക്കാർ തന്നെയാണ്. നിങ്ങൾ എവിടെയാണ് മഹാത്മാഗാന്ധിയെ കൊന്നു എന്ന് പറയുന്നിടത്ത് കക്ഷി ചേർന്ന അല്ലെങ്കിൽ പ്രതിയായി അക്യൂസ് ആയി പറഞ്ഞിരുന്ന വ്യക്തിയാണ് സവർക്കർ. അയാളെ കൂടെ തന്നെ ഇങ്ങേരെ എടുത്തു വെച്ച് പുകഴ്ത്തുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു അപമാനം വേറെയുണ്ടോ മഹാത്മാഗാന്ധിക്ക്? നിങ്ങൾ മഹാത്മാഗാന്ധിയെ അവഹേളിക്കുകയാണ്. സവർക്കറുടെ ഫോട്ടോ വരുമോ എന്തോ ഇനി നോട്ടിൽ? നമ്മൾ ആ കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കേട്ടാ വെയിറ്റ് ചെയ്യും. യാത്ര ചെയ്ത് നോക്കൂ, അവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ കൃത്യമായ പ്രതിമകൾ. ഞാൻ തയ്യാറാണ് യാത്ര ചെയ്യാൻ. ടിക്കറ്റും പൈസയും നീ തരുമോ? വഴിച്ചെലവിന് കാശ് വേണമേ. ടിക്കറ്റ് നീ തരുമോ? ഓക്കെ ആണോ? എങ്കിൽ ഞാൻ തയ്യാറാണ്. എവിടെ പോയി എവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി.
സ്ഥാപിച്ചതും അവിടെയൊക്കെ എങ്ങനെയാണ് അത് പരിപാലിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി സവർക്കർ ആന്റി നാഷണൽ ആണോ, സവർക്കർ ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണോ, RSS ആന്റി നാഷണൽ ആണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഇതുവരെയും ആ കാര്യത്തിൽ ഒരു മാറ്റവും അവർ കൊണ്ടുവന്നിട്ടുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. ഏത് ഗുജറാത്തിൽ നടന്ന ഭീകരാക്രമണം, മണിപ്പൂരിൽ നടന്ന ഭീകരാക്രമണം, അവരെ പുറത്തേക്ക് ഇപ്പം അങ്ങനെ ഒരു കലാപം നമ്മൾ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്നസെൻസ് നമുക്ക് പ്രകടിപ്പിക്കാം. യെസ്, നമ്മൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഗോത്ര കലാപം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ആ സമയത്ത് അവർ നടത്തിയ ഏറ്റവും ഭീകരമായ ഒരു കൊലപാതകത്തിന് വിറ്റ്നസ് ഉണ്ടാവുകയും അതിൽ 11 പേരെ പിടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്ത ആ മനുഷ്യരെ പുറത്തേക്ക് വിട്ടത് എന്തടിസ്ഥാനത്തിലാണ്? അതാണ് ആന്റി നാഷണൽ എന്ന് പറയുന്നത്. അതിനാണ് ആന്റി നാഷണലിസം എന്ന് പറയുന്നത്. രാജ്യം ഒരു മതേതര രാജ്യമാണ്. പള്ളിപ്പറമ്പ് കൈയടക്കി അവിടെ രാമേട്ടനെ പ്രതിഷ്ഠിച്ചില്ലേ, അതാണ് ആകെ RSSകാർ ചെയ്ത ഒരു ഗുണാഫിക്കേഷൻ. ബാക്കി പെട്രോളിന്റെ വില കുതിച്ചുയർന്നങ്ങ് മേലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ പെട്രോളിന്റെ വില മാത്രമേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. പെട്രോളിന്റെ വില കൂടുന്നതിന്റെ അർത്ഥം ബാക്കി എല്ലാത്തിനും വില കൂടുക എന്നാണ്. അതായത് നമ്മളുടെ സമാധാനപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലെല്ലാം ബാധിക്കുന്ന ഒരു വലിയ സാധനമാണ് അങ്ങനെ ചെയ്തത്. പെട്രോളിന്റെ വില ഡബിൾ അടിച്ചങ്ങ് കയറ്റി. 80 70 80 ഇവിടെ കിടന്ന് ഒച്ചയിട്ടവന്മാരാണ് 110 അനങ്ങാതിരിക്കുന്നുണ്ട്, ശ്വാസം വിടുന്നില്ല. പാണ്ടിച്ചേരി പോയി രജിസ്റ്റർ ചെയ്തിട്ട് നടക്കുന്നുണ്ട്. സവർക്കർക്ക് കോൺഗ്രസിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നിങ്ങൾ കൊടുക്കണ്ടേ? ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് കോൺഗ്രസിനും വേണ്ട. ഈ രാജ്യത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് സ്വാതന്ത്ര്യം കൊണ്ടുവന്നത്. സവർക്കറുടെ സർട്ടിഫിക്കറ്റ്, സവർക്കർ റോളികളുടെ സർട്ടിഫിക്കറ്റ് കോൺഗ്രസിനും വേണ്ട. മനസ്സിലായില്ലേ? ആവശ്യമില്ല. RSS പ്രസ്ഥാനത്തിന് VD സവർക്കറോട് വീർ സവർക്കർ എന്ന് വിളിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർ അങ്ങനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കും. അതിനിപ്പോൾ വീർ സവർക്കർ എന്ന് സ്വയം പൊക്കിയ ഞാൻ, എന്നെ വിളിക്കുന്ന പേര് ബിമൽ കുമാറാണ്. ആ കഥ നിങ്ങൾക്ക് അറിയാമോ? ആ കഥ ചിത്രഗുപ്ത എന്ന് പറയുന്ന ഒരാളാണ് ഈ പറയുന്ന സവർക്കറുടെ ചരിത്രം എഴുതിയത്, ജീവചരിത്രം. ചിത്രഗുപ്തനെ ഏർപ്പാടാക്കിയത് തന്നെ സവർക്കറാണ്. വീര സവർക്കർ, വീരനാണ് അദ്ദേഹം. സ്വയം വീരൻ എന്ന് എഴുതിക്കൊണ്ട് ചിത്രഗുപ്തൻ ആ കഥ എഴുതി പൂർത്തിയാക്കി. 2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചത്ത് തൊലഞ്ഞ ശേഷം ഈ ചിത്രഗുപ്തൻ്റെ കഥ തന്നെ വീണ്ടും എടുത്തു വെച്ച് വീണ്ടും അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും അതിൻ്റെ പ്രസാധകർ ഒന്നും കൂടെ അത് എഴുതുന്ന ഒരു അവസരം വന്നു. അപ്പോൾ ഈ ചിത്രഗുപ്തനെ അന്വേഷിച്ച് ചെന്ന് കിടകണ് എവിടെ ചിത്രഗുപ്തൻ ആരെന്നറിയണ്ടേ? ചത്തുപോയ സവർക്കർ തന്നെയാണ് ചിത്രഗുപ്തൻ. അയാൾ എഴുതിയതാണ് വീര സവർക്കർ എന്ന ചരിത്രം. അയാൾ എഴുതിയ ചരിത്രത്തിൽ അയാളാണ് സവർക്കറെ വീർ സവർക്കർ എന്ന് പ്രഖ്യാപിച്ചത്. അപ്പൊ ആര് പ്രഖ്യാപിച്ച്? വീർ സവർക്കർ തന്നെയാണ്. ആ വീർ സവർക്കറിനെ വീർ സവർക്കർ എന്ന് കീറിയ സവർക്കർ എന്ന് കാണാൻ പറയണമായിരുന്നടി. രാജ്യദ്രോഹിയാണവൻ. രാജ്യത്തെ മഹാത്മാഗാന്ധിയെ പോലെ, അതായത് മഹാത്മാഗാന്ധിയെ പോലെ എന്നല്ല, മഹാത്മാഗാന്ധിയെ തന്നെ, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ തന്നെ കൊന്നുകളഞ്ഞ വൃത്തികെട്ടവനാണ് അവൻ. അവനെ എടുത്ത് തലയെ തൂക്കി വെച്ചുകൊണ്ട് കിടക്കാൻ നീയൊക്കെ രാജ്യദ്രോഹി എന്നല്ല പിന്നെ എന്തൊരു വാഴയെ നടി വിളിക്കേണ്ടത്? RSSകാർ ഈ സവർക്കറേയും തൂക്കി നടക്കുകയാണെങ്കിൽ സവർക്കർ എന്ന് പറയുന്ന സവർക്കറോളികൾ തന്നെയാണ് രാജ്യത്തെ ദ്രോഹിക്കുന്നത്. രാജ്യദ്രോഹികൾ അവരാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിനേ ചെയ്തതുകൊണ്ട് അത് ഇല്ലാതാവുകയില്ല. ഇനി ഗാന്ധിവധത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുകയാണ് വീർ സവർക്കറെ ചെയ്തത്. അതും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് തന്നെയാണ് ഗുജറാത്തിന്റെ കലാപത്തിലും അങ്ങേരെ കുറ്റാരോപിതനാണ്. അദ്ദേഹത്തിനെ വെറുതെ വിടുകയാണ് ചെയ്തത്, കുറ്റവിമുക്തനാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അങ്ങേരാണ് അതിന്റെ സൂത്രധാരൻ എന്ന് നമുക്ക് അറിഞ്ഞൂടെ? അതിന്റെ മെയിൻ അക്യൂസ് ഇതുപോലെ എവിടെ കിടക്കുന്ന ടവറോളി ചത്ത് കിടപ്പുണ്ട്. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലോ എന്ന അവസ്ഥയിൽ മലന്ന് കിടപ്പുണ്ട്. അവൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇത് ഏർപ്പാടാക്കിയത് കത്തിയും വെട്ടി ഞങ്ങളങ്ങനെ കളിച്ചു. അതായത് ഗെയിം ഷോയിലേക്ക് കയറ്റി വിടുന്നതാണ്, PUBG കളിക്കാൻ കയറ്റി വിടുന്നതാണൊക്കെയാണ് ആ നാറി അങ്ങോട്ട് കയറ്റി വിടുക. അവൻ കുത്തിയും വെട്ടിയും ബലാത്സംഗം ചെയ്തും കൊച്ചു കുഞ്ഞുങ്ങളെ വരെ വെട്ടിയും കുത്തിയും കൊന്നു കളഞ്ഞു. അതിന് ഞങ്ങൾക്ക് ആഹ്വാനം തന്നത് ഇങ്ങേരാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ട് പോലും കോടതി വെറുതെ വിട്ടു ഇത്രേ. അയ്യോടാ. കഴിയും. അതിനുശേഷം കോൺഗ്രസ് തന്നെ ഭരിക്കുമ്പോഴാണല്ലോ ജീവൻലാൽ കപൂർ കമ്മീഷൻ വരുന്നത്. ആ കമ്മീഷൻ വരുമ്പോഴും ഗാന്ധിവധത്തെ കുറിച്ച് അന്വേഷിച്ചിട്ട് അതിലും നേരിട്ട് ബന്ധപ്പെടുന്ന തെളിവില്ല. ആ കമ്മീഷൻ നേരിട്ട് ബന്ധപ്പെടുന്ന തെളിവില്ല. ആളെ വെച്ച് കൊന്നു, അത്ര തന്നെ. പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് 1965 സെപ്റ്റംബർ 30. അതിലും ഗാന്ധിവധത്തിൽ VD സവർക്കറെ നല്ല രീതിയിൽ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കിയതാണ് ഈ കോൺഗ്രസ് സർക്കാർ തന്നെ. അപ്പോൾ ഒരു കാര്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു തെളിവുമില്ല. കേവലം ഗൂഢാലോചനയിൽ പാർട്ടിസിപ്പന്റ് ആണ് എന്ന് തന്നെയാണ് അക്യൂസേഷൻ. എന്താണ് ഗൂഢാലോചന? രാഷ്ട്രപിതാവിനെ കൊന്നുകളയാനാണ്. ഓർത്തോണം, അദ്ദേഹത്തിന്റെ എഫേർട്ട് എന്താണ്? ഞാൻ രാഷ്ട്രപതിയെ പറ്റിയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മാതിരി
ഇവനെയൊക്കെ എന്താ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന ഇവറ്റകളുടെ അടുത്ത് കുപ്പയിലിട അവിടെ ആളുകളില്ലെന്ന്. ജവഹർലാൽ നെഹ്റുവിനെ പാഠപുസ്തകത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിയും കൂടി ശീഘ്രം മാറ്റും. മഹാത്മാഗാന്ധിയുടെ ആ ഒരു നോട്ടുണ്ടല്ലോ അതിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റും. മൊത്തത്തിൽ മഹാത്മാഗാന്ധിയെ മാറ്റിയിട്ട് വീർ സവർക്കറാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തതെന്ന് വരും ദിവസങ്ങളിൽ അവർ പറയും. ഇപ്പൊ തന്നെ ഈ ഒരു വിഷയത്തിൽ കഠിനമായിട്ട് ഇറങ്ങേണ്ട ഒരു അവസരമുണ്ട്. ജീവൻ പോയാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതിനെ എഫർട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വരും ദിവസങ്ങളിൽ നമ്മളെ ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഒരു ബോധവും ഇല്ല. എത്ര നമ്മൾ ചിന്തിച്ചാലും വല്ലാത്തൊരു പകപ്പാണ്. അതിൽ നിന്ന് നമ്മളെ സേവ് ചെയ്യാൻ ഈ പറയുന്ന പ്രതിപക്ഷത്തിനെ സാധിക്കും. ശക്തമായ പ്രതിപക്ഷം അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. പലതും പറയും, പല കോപ്പും പറയും. അതിന് തിരിച്ച് നമ്മൾ പ്രതികരിക്കേണ്ട രീതി ഇതാണ്. ഇവളെയൊക്കെ പോലുള്ളവരെ നല്ല പൊട്ടിയിട്ടാണ് കൊടുക്കേണ്ടത്. അവൾ കിടന്നങ്ങ് കോരം പ്രസംഗിക്കുകയാണ് അല്ല ലെവലാതി. ഞാൻ കൂടുതലൊന്നും ഇനി 1 മിനിറ്റ് കൂടി എനിക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വിഷയത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച എത്രയേ ഉള്ളൂ, വീർ സവർക്കർ എന്ന് സ്വയം പ്രഖ്യാപിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്യക്തി എഴുതി കൊടുത്ത മാപ്പിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ പോകുന്ന അതിനുവേണ്ടി എഫർട്ട് എടുക്കുന്നവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഈ ഹിന്ദു മഹാസഭയുടെ ആൾക്കാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ സഹായിക്കാമെന്നാണ് എഴുതി കൊടുത്തത്. അതിൻ്റെ അർത്ഥം അത് ശരിക്കും മനസ്സിലാക്കിയവർക്ക് മനസ്സിലാകും. ഇന്ത്യക്കെതിരെ രാജ്യദ്രോഹപരമായ കാര്യമാണ് അവൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ അവർ അത് തന്നെ ചെയ്തിട്ടുള്ളൂ. രാമേട്ടനെ കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ പ്രതിഷ്ഠിച്ചു. എന്ത് കിട്ടി? അവിടെയുള്ള മനുഷ്യർ പോലും വരെ എടുത്ത് ദൂരെ കളഞ്ഞു. A to Z ദുഷ്ടതരവും തെണ്ടിത്തരവും മാത്രം ചെയ്യുന്ന ഒരു പ്രത്യേക സമൂഹം. ഒന്നും പറയാനില്ല. ധർമ്മസ്ഥലയിൽ നടന്ന കാര്യം സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ആ MP സ്ഥാനത്ത് നിന്ന് അയാളെ ഇറക്കി വിട്ടിട്ടുണ്ടോ? ഇത്രയും വലിയൊരു അലിഗേഷൻ അയാൾക്കെതിരെ വരുമ്പോൾ കൃത്യമായി അതിന് തെളിവ് ഉൾപ്പെടെ ഹാജരാക്കുമ്പോൾ എന്തുകൊണ്ട് അയാളെ MP സ്ഥാനത്ത് തന്നെ വെച്ചിരിക്കുന്നത്? ദൂരെ കളയണ്ടേ? ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഇവർ എത്രത്തോളം ഭ്രാന്തന്മാരാണെന്നും കുടില ബുദ്ധിക്കാരാണെന്നും ഇവർക്കെതിരെ സംസാരിക്കുന്നവരുടെ മരണം കൊണ്ട് ഇവർ തെളിയിക്കുന്നതാണ്. ഞാനും മരണപ്പെടാം, കൊല്ലപ്പെടാം, അതിന് തർക്കമൊന്നുമില്ല, എനിക്കറിയാം. പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കും, സംസാരിച്ചു കൊണ്ടിരിക്കും. RSSനെതിരെ പറയാൻ പറ്റുന്നിടത്തോളം പറയും, ശ്വാസമുള്ളിടത്തോളം പറയും എന്നുള്ളതിൽ തർക്കമേ വേണ്ട. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.